പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ഇന്നലെ രാത്രിയോടെയാണ് ആനകൾ കൃഷിയിടങ്ങളിൽ എത്തിയത്. കല്ലാറിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന കാടുകയറി. ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള ശ്രമം വെറ്റിനറി സർജന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് തുടങ്ങി. ഒന്നും രണ്ടുമല്ല 8 ആനകളാണ് ജനവാസ മേഖലയിലെത്തിയത്. ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി തവണയാണ് ആനക്കൂട്ടം കുമ്പളത്താമണ്ണിലെത്തിയത്. ഇന്നലെ രാത്രിയോടെ ജനവാസ മേഖലയ്ക്ക് സമീപത്തെ കൃഷിയിടങ്ങളിലെത്തിയ ആനക്കൂട്ടത്തെ പടക്കം പൊട്ടിച്ചും ബഹളം വച്ചുമാണ് നാട്ടുകാർ ഓടിച്ചത്. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും ആനകൾ വരുത്തുന്നു. വലിയ ഭീതിയിലാണ് പ്രദേശവാസികളുടെ ദൈനംദിന ജീവിതം. അതിനിടെ തണ്ണിത്തോട് കല്ലാറിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുവാനുള്ള ശ്രമം വനംവകുപ്പ് തുടങ്ങി. ഒരാഴ്ചയായി കല്ലാറിൽ ഉണ്ടായിരുന്ന കാട്ടാന ഇന്നലെ തിരികെ കാട് കയറി. വെള്ളം കുടിക്കാൻ വീണ്ടും ആന കല്ലാറിലേക്ക് വരുമ്പോൾ ചികിത്സ നൽകുവാനുള്ള നടപടികൾ തുടങ്ങുവാനുള്ള ആലോചനയിലാണ് വനംവകുപ്പ്. നമ്മൾ ഈ ടൈം വരെ നോക്കിയിട്ട് അനിമലിനെ ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അനിമലിനെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കത്തുള്ളൂ. അനിമലിന് നല്ലൊരു വൂണ്ടുണ്ട്, ബാക്ക് റീജിയൻ, ബട്ടക്സ് റീജിയനിൽ നല്ലൊരു വൂണ്ട് ഉണ്ടെന്ന് ഇവർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അനിമലിനെ കറക്റ്റായിട്ട് അനിമലിനെ ലൊക്കേറ്റ് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആനയുടെ പിൻഭാഗത്തേറ്റ മുറിവ് ആഴത്തിലുള്ളതാണ്. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാനുള്ള ക്രമീകരണവും വനംവകുപ്പ് ഏർപ്പെടുത്തി. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.